ഹലോ! ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിത ഡോക്ടർ വഴി എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു അല്ലെ? അപ്പൊ നമ്മുടെ ഇഷിത ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മാധവനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ടേ. അപ്പം മാധവ് ഇങ്ങനെ നമ്മുടെ ഇഷിതയുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ലയ ഒളിഞ്ഞു നിന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ ലയക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ. അപ്പുറത്താണെങ്കില് നമ്മുടെ മഞ്ജിമന്റെ രചന വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രിപ്പ് എങ്ങനെയും മുടക്കിയിരിക്കണം. അല്ലെങ്കിൽ രചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടായാൽ പിന്നെ നിനക്കൊരിക്കലും രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രചനയും നമ്മുടെ മാക്സിമം മഞ്ജിമ പിരിയേറ്റുവാട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജിമ പറയുന്നുണ്ടേ, ആദ്യം മോനെ കൂടെ അവർക്കൊപ്പം വിട്ടാല് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുമെന്ന് രജനിയോട് പറയുവാണ്. അപ്പൊ ഈ നമ്മുടെ മഞ്ജിമ ഈ രഹസ്യമായിട്ടും രജനിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മഹേഷിന്റെ അമ്മ കേൾക്കുന്നുണ്ടേ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഇഷിതയും മഹേഷും കാറിൽ പോകുന്നു. അപ്പൊ മഹേഷിന് ആകെപ്പാടെ ഒരു ടെൻഷനാണല്ലോ എപ്പോഴും. അപ്പൊ നമ്മുടെ ഇഷിത ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ്, മഹേഷ് ഇങ്ങനെ ടെൻഷനിലാവാതെ എല്ലാം നടക്കും, എല്ലാം അതിൻ്റെതായ സമയത്തിന് നടന്നോളും, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേഷിന്റെ കയ്യിൽ ഇങ്ങനെ നമ്മുടെ ഇഷിത കയറി പിടിച്ച് ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.